ശ്രീ രജിൻ എസ് ഉണ്ണിത്താൻ എഴുതിയ കഥ ലീലാവിലാസം ആദ്യാവസാനം. ഇലൂമിനേഷൻ ലൈറ്റുകളുടെ ശോഭയിൽ പാർട്ടി ആരംഭിച്ചു. ലൈറ്റുകൾ പരസ്പരം മിന്നി എന്തോ പറഞ്ഞു തുടങ്ങി. കല്യാണപ്പെണ്ണിന്റെ ശോഭയിൽ ലീല, ഒപ്പം കോട്ടും സൂട്ടും അണിഞ്ഞ് രാഘവും. ബുഫേ പാർട്ടിയും പാട്ടും ആട്ടവും എല്ലാം അതിന്റെ മുറയ്ക്ക്. ജോലിക്കാരിയായ ലീലയുടെയും ഗവൺമെന്റ് ജോലിക്കാരൻ രാഘവിന്റെയും അറേഞ്ച്ഡ് മാരേജാണ്. പാർട്ടിയുടെ അവസാനം എത്താറായി. ഫോട്ടോ എടുപ്പും അതിഥി സൽക്കാരവും ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും നല്ല ക്ഷീണത്തിൽ അവരുടെ ലോകത്തേക്ക് റൂമിൽ പരസ്പരം അവർ ഒന്നിച്ചു. കല്യാണം താമസിച്ചു കഴിഞ്ഞതിന്റെ എല്ലാ ആക്രാന്തത്തിലും രാഘവ് ലീലയെ പ്രാപിച്ചു. അങ്ങനെ ജീവിതം മുന്നോട്ടു പോകുന്നു. ജോലി തിരക്കിലും ഒന്നിച്ചു താമസത്തിലും മറ്റും അവർ കൂടുതൽ അടുക്കുന്നു. അങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലിയിൽ മുഴുകിയ ലീലയുടെ അരികിലേക്ക് ഉറ്റ സുഹൃത്ത് ആര്യ കടന്നു വരുന്നു. കല്യാണം കഴിഞ്ഞ് തടിച്ചല്ലോ നീ, ഉറക്കക്ഷീണവും നന്നായിട്ടുണ്ടല്ലോ. ചോദ്യം കേട്ടപ്പോൾ തന്നെ ലീലയ്ക്ക് മനസ്സിലായി കഥ കേൾക്കാനുള്ള ആര്യയുടെ ത്വര. ലീല അവളോടായി പറഞ്ഞു, നമ്മൾ സെയിം ഏജ് അല്ലേടി, പക്ഷെ ഞാൻ കെട്ടുന്നതിന് മുന്നേ നീ കെട്ടി, അതും സെയിം ഏജുകാരനെ. എന്നിട്ട് നിന്റെ ഈ കഥ കേൾക്കലിന് എന്താ ഒരു ആവേശം? അതൊക്കെ ഒരുപാട് നാളായില്ലേ, ഇപ്പോൾ കഥ കേൾക്കാൻ മാത്രമേ ഉള്ളൂ. ആര്യയുടെ നിരാശയിലുള്ള മറുപടി. അതെന്താടി, ഇതൊക്കെ ആണുങ്ങൾക്കല്ലേ രസമായുള്ളൂ, നമ്മളൊക്കെ ഒരു ഉപകരണം. ഡി, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോഴേ അങ്ങനെയാണ് തോന്നുന്നത്. ആണായിട്ട് ജനിച്ചാ മതിയായിരുന്നു, ഇതൊക്കെ അവർക്ക് വിധിച്ചതാണ്. ഹോ, അപ്പോ നിന്റെ കഥ കേൾക്കണ്ട, ശോകമാണ്, നീ അങ്ങ് ആണാകടി എന്ന് പറഞ്ഞ് ആര്യ അവിടുന്ന് പോയി. ലീല തന്റെ ജോലിയിൽ മുഴുകി. ഓരോ ദിവസം കഴിയും തോറും അവൾ രാഘവിൽ നിന്നും അകന്നു. അവളുടെ ചിന്ത സെക്സിലെ ആണുങ്ങളുടെ അനുഭൂതിയുമായി. ഒരുപാട് അവൾ തിരഞ്ഞു. എന്നും ഉറക്കമില്ലാതെ അവൾ സെർച്ച് ചെയ്തു. അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ തിരഞ്ഞു വായിക്കാൻ തുടങ്ങി. രാത്രിയിൽ ലൈറ്റ് ഓഫാക്കി ടേബിൾ ലാമ്പിന്റെ മുന്നിൽ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ എന്നും തിരയുന്നത് രാഘവ് കാണുന്നു. അത് പതിവായി. അങ്ങനെ ഒരു ദിവസം അവൾ അവനോട് പറഞ്ഞു, രാഘവ്, എനിക്ക് ആണാകണം, നിനക്ക് പെണ്ണാകാൻ പറ്റുമോ? കേട്ട ഞെട്ടലിൽ ചിരിച്ചുകൊണ്ട് ലീല പറഞ്ഞു, ലീലേ, നീ എന്താ തമാശ പറഞ്ഞതാണോ? അല്ല രാഘവ്, എനിക്ക് ആണുങ്ങളുടെ സെക്സിലെ അനുഭൂതി അറിയണം. ലീല കുറച്ചുനാൾ കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും നിനക്ക് തോന്നലില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ കരുതിയത് വർക്ക് ലോഡ് കൊണ്ടാണ് നീ രാത്രിയിൽ ലാപ്പിന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന്. പക്ഷെ നീ ഇത്ര വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നു എന്ന് ഞാൻ കരുതിയില്ല. അല്ല രാഘവ്, എന്റെ ചിന്തകൾ ഒരിക്കലും ആണിന്റെ അല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് സെക്സിലേക്ക് കടന്നപ്പോൾ എനിക്ക് ആണാക്കാൻ ആഗ്രഹം. അതിനായി ഞാൻ തയ്യാറെടുത്തു. മോളെ, ഞാൻ നിന്റെ പങ്കാളിയാണ്. സെക്സ് ലൈഫിന്റെ പാർട്ടാണെങ്കിലും അത് മാത്രമല്ല ജീവിതം. അമ്മയാകാൻ കൊതിക്കുന്ന പെണ്ണുങ്ങളുള്ള നാടാണ്. അവിടെയാണ് നീ ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ തീരുമാനം. രാഘവിന് ലീലയെ അറിയാം. അവൾ ആരെയും മൈൻഡ് ചെയ്യില്ല. വീട്ടുകാരൊക്കെ പണ്ടേ അവളുടെ വാശിക്കൊപ്പമാണ്. കയ്യിൽ നിറയെ കാശും. ശരി, നീ ആലോചിക്കൂ. അങ്ങനെയെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകാം. പെട്ടെന്ന് ഒരു പേപ്പർ അവൾ രാഘവിന്റെ അടുത്തേക്ക് നീട്ടി. മ്യൂച്വൽ ഡൈവോഴ്സ് പെറ്റീഷൻ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലേ? ലീലെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ജന്മനാ ഹോർമോൺ ചേഞ്ചുള്ള പാവങ്ങൾ പെണ്ണാണായും ആണ് പെണ്ണായും സർജറി ചെയ്ത് ജീവിക്കുന്നു. അത് ദൈവം അവരെ അങ്ങനെ ജനിപ്പിച്ചതുകൊണ്ട്. പക്ഷെ ലീല, നീ അങ്ങനെയല്ല. നീ വെറും സെക്സിന് വേണ്ടി മാത്രമാണ് ഈ പ്രഹസനം ചെയ്യുന്നതെങ്കിൽ അമേരിക്കയിൽ ജീവിച്ചു വളർന്ന നിനക്ക് എന്തുമാകാം എന്ന തോന്നലാണ്. അതും പറഞ്ഞുകൊണ്ട് രാഘവ് പേപ്പറിൽ ഒപ്പിട്ടു. രാഘവ്, ജീവിതത്തിൽ സെക്സ് അല്ലാതെ എല്ലാം ഞാൻ കല്യാണത്തിന് മുമ്പേ അനുഭവിച്ചു. എല്ലാ ലഹരിയും മദ്യവും പുകയും ഡ്രഗ്സും ഒക്കെ. ഒന്നിനും പക്ഷേ കീഴ്പ്പെട്ടില്ല. അനുഭവിക്കണമെന്ന് തോന്നിയത് എല്ലാം പരീക്ഷിച്ചു. പക്ഷേ ഇത് മാത്രം ആണിനുള്ളതാണ് എന്ന തോന്നൽ ശരിയാകണമെന്ന് ഇല്ല ലീല. നിനക്ക് കേരളത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞാണ് നിന്റെ മാതാപിതാക്കൾ വെറും സർക്കാർ ജോലിക്കാരനായി എന്നെ തിരഞ്ഞെടുത്തത്. രാഘവ്, ഞാൻ നാളെ തിരിച്ചു പോകും. അവിടെയാണ് സർജറി. ഇവിടുത്തെ ബാക്കി പ്രൊസീജിയർ വക്കീൽ നോക്കും. അങ്ങനെ ദിവസങ്ങൾ മാറിപ്പോയി. ഒരു പരിഹാസ കഥാപാത്രത്തെ പോലെ രാഘവ് ജീവിച്ചു. ദിവസങ്ങൾ തള്ളി നീക്കി. നാട് മുഴുവനും ലീലയുടെ കാര്യങ്ങൾ ചർച്ചയായി. പെട്ടെന്നൊരു ദിവസം ലീലയുടെ അച്ഛൻ രാഘവിനെ
കാണാനെത്തി. ലീല കല്യാണമൊക്കെ കഴിച്ചു അങ്കിൾ. ലീല അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഞാൻ നിന്നെ വിളിച്ചു, പക്ഷെ നീ റെസ്പോണ്ട് ചെയ്തില്ല. എന്തിന്? അവളുടെ തീരുമാനം അതങ്ങനെ പോകട്ടെ അങ്കിൾ. ഇവിടുത്തെ ഡൈവോഴ്സ് ഫോർമാലിറ്റി പെൻഡിങ് ആണ്. അവൾ വന്നേ പറ്റൂ. ഇല്ല രാഘവ്, അവൾ വരില്ല. എന്താണ്? എന്തുപറ്റി? രാഘവ്, അവൾക്ക് യൂട്രസിനുള്ളിൽ അർബുദമാണ്. അത് വജേന വരെ നീണ്ടു. അല്ലാതെ ആണാകാൻ വന്നതല്ല രാഘവ്. അവൾ ആണാകാൻ പോയതല്ല. അവൾ നിങ്ങളെ വെറുപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകാൻ അവൾ നോക്കിയതാ. ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവൾക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി. പിന്നീട് അവൾ നീ അറിയാതെ ഡോക്ടറെ കണ്ടു. ഒരുപാട് സ്നേഹിച്ച ഈ നാടും നിങ്ങളെയും 2 ദിവസം പോലും അവൾക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞില്ല രാഘവ് എന്ന് പറഞ്ഞ് അദ്ദേഹം വിതുമ്പി. അമേരിക്കയിൽ ജീവിച്ചെങ്കിലും നാട്ടിലെ രീതിയിലാണ് അവൾ വളർന്നത്. അവളുടെ ആഗ്രഹമായിരുന്നു ഇവിടെ ജീവിക്കണമെന്ന്. ജോലി ഇവിടെ തിരഞ്ഞെടുത്തതും നിങ്ങളെ സെലക്ട് ചെയ്തതും എല്ലാം അവൾ. പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാനും കൂടെ താമസിപ്പിക്കാനും പറ്റില്ലെന്ന് ഉറപ്പായതോടെ അവൾ സ്വയം ഒഴിവാക്കാൻ വേണ്ടി മെനഞ്ഞ കഥയാണ് ആണാകൽ. രാഘവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊരു നല്ല ഭർത്താവല്ലായിരുന്നു അച്ഛാ. എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. രാഘവിന്റെ കുട്ടിയെ എനിക്കൊന്ന് കാണണം. അവളുടെ ആഗ്രഹമായിരുന്നു രാഘവ് വേറെ കെട്ടി കുഞ്ഞാകും വരെ ഒന്നും അറിയരുതെന്ന്. ഇനിയും ലീഗൽ ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല. ഇതാ അവളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അത് അദ്ദേഹം രാഘവിന്റെ മുന്നിലേക്ക് നീട്ടി. അവൻ കണ്ണുനീരോടെ അത് വാങ്ങി. വീട്ടുകാരുടെ നിർബന്ധവും ലീലയോടുള്ള വാശിയുമാണ് ഡിവോഴ്സിന് മുൻപേ വിവാഹം നടത്തിയത്. അതിനല്ലേ എന്റെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവൾ സ്നേഹിക്കുന്നവർ സന്തോഷിക്കണം, ആരും ദുഃഖിക്കരുത്. അവസാന നിമിഷമാണ് സത്യം ഞാൻ പോലും അറിയുന്നത്. അതിനു മുന്നേ ഞാനും അവളുടെ തീരുമാനത്തോട് വിയോജിച്ചു. അവളെ ഒരുപാട് ശപിച്ചു. രാഘവ് അച്ഛനുമായി കാറിലേക്ക് കയറി. കാർ മുന്നോട്ട് പോകുമ്പോൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി തെരുവീതിയിലെല്ലാം ഇലൂമിനേഷൻ ബൾബുകൾ ശോഭിക്കുന്നു. അവരുടെ കല്യാണ പാർട്ടിയിലെ അന്നത്തെ പോലെ. അതിൽ ഓരോന്നിലും രാഘവ് ലീലയുടെ മുഖം കാണുന്നു. അവളെ അവസാനമായി സന്തോഷമായി കണ്ടത് അവൻ ആ ലൈറ്റ് ശോഭയിലാണ്. അവന്റെ കണ്ണ് നിറഞ്ഞു. ആ കാർ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ആ ലൈറ്റ് ശോഭയിൽ ലീലയുടെ ശോഭയിൽ ലൈറ്റുകൾ പരസ്പരം മിന്നി പുതിയ കഥകൾ പറയുന്നത് അവൻ അറിഞ്ഞു. ലീല, അവൾ അങ്ങനെയാണ്. പെട്ടെന്ന് വന്ന് അമ്പരിപ്പിച്ച് കടന്നുപോയി. ചിലരെ പോലെ ചിലരെ കാണൂ.